നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. മഴക്കാലമാണ്. പകർച്ചപ്പനികളെ കരുതിയിരിക്കേണ്ടതുണ്ട്. പകർച്ചപ്പനികൾ പടരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ത്, എങ്ങനെ പ്രതിരോധിക്കാം? ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആർ ദേവരാജ് ആണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ മഴക്കാലത്ത് പകർച്ചപ്പനിയുടെ ഒരു കാലം കൂടിയാണല്ലോ മഴക്കാലം എന്ന് പറയുന്നത്. ഏതെല്ലാം തരത്തിലുള്ള പകർച്ചപ്പനികളെ ഇക്കാലത്ത് കരുതിയിരിക്കേണ്ടതായുണ്ട്? നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡെങ്കിപ്പനി തന്നെയാണ്. ഡെങ്കിപ്പനി എണ്ണം വളരെ കൂടുതലാണ്. പക്ഷേ നമുക്ക് വേറെ പല പനികളും നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ, മഞ്ഞപ്പിത്ത രോഗം ഒരു ഔട്ട് ബ്രേക്ക് നമുക്കുണ്ടായി. ഏകദേശം 2500ഓളം കൺഫേംഡ് കേസുകളും മരണങ്ങൾ ഏകദേശം 10-20-30 മരണങ്ങൾ വരെ ഉണ്ടായി എന്നുള്ളത് വളരെ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എലിപ്പനിയിലും മരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എല്ലാ പനികളുടെയും എണ്ണം താരതമ്യേന കൂടി വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വളരെയധികം ആശങ്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഡെങ്കിപ്പനി നമ്മളെടുത്ത് നോക്കിയാൽ തന്നെ ഈ കഴിഞ്ഞ വർഷം ലോകത്താകമാനം 50 ലക്ഷം ഡെങ്കി കേസുകളോട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതും ഈ വർഷം ഇപ്പോൾ ആദ്യത്തെ 6 മാസമായപ്പോൾ തന്നെ 1 കോടി ഡെങ്കി കേസുകളാണ് ലോകത്താകമാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആകെ നമ്മൾ നോക്കുമ്പോൾ ലോകത്ത് മുഴുവനായി തന്നെ ഡെങ്കിപ്പനിയുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് അതിൻ്റെ പ്രതിഫലനം നമ്മുടെ സംസ്ഥാനത്തും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏകദേശം ഇപ്പോഴും നമുക്ക് അത്യാവശ്യം കൂടുതൽ കേസുകളുണ്ട്. ഇനി നമ്മളൊരു ഔട്ട് ബ്രേക്ക് പോലെ വളരെ കൂടുതൽ നമ്പറുകൾ ഉണ്ടാവാൻ ഉള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷെ അതുപോലെ തന്നെ ഈ ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചപ്പനികളെ എങ്ങനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും? എന്തെല്ലാം മുൻകരുതലുകളാണ് ഈ ഒരു സമയത്ത് എടുക്കേണ്ടതായുള്ളത്? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പകർച്ചപ്പനി എന്ന് പറയുമ്പോൾ ഓരോ പനിയും പകരുന്നത് വേറെ വേറെ രീതികളിലാണ്. ഇപ്പോൾ ഡെങ്കി കൊതുകാണ് പരത്തുന്നത്. അപ്പോൾ ഡെങ്കി പോലെയുള്ള പനികളിൽ നമുക്ക് ഡെങ്കി പ്രത്യേകിച്ച് എടുത്ത് പറയുമ്പോൾ ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് പരത്തുന്നത്. അതിൽ നമ്മൾ അറിയേണ്ടത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ശുദ്ധജലത്തിലാണ് ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത്. അപ്പോൾ ഒരു കൊതുക് മുട്ടയിട്ട് കഴിഞ്ഞാൽ, ശുദ്ധജലത്തിൽ മുട്ടയിട്ട് കഴിഞ്ഞാൽ ഒരു 5 മില്ലി ആയിട്ടുള്ള ശുദ്ധജലം, വളരെ ചെറിയൊരു, നമ്മളൊരു 50 പൈസയുടെ കോയിൻ, പണ്ടുണ്ടായിരുന്ന കോയിൻ ഇട്ട് കഴിഞ്ഞാൽ അത് മുങ്ങാൻ അത്ര വെള്ളം ഉണ്ടെങ്കിൽ അത്രയും വെള്ളത്തിൽ തന്നെ ഇത് പെരുകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ശുദ്ധജലം ഒരു സ്ഥലത്തും കെട്ടിക്കിടക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ മുട്ട വിരിഞ്ഞ് ലാർവ പ്യൂപ്പ സ്റ്റേജുകൾ വഴി കൊതുകായി മാറാൻ ഏകദേശം 10 ദിവസം ആണ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് 7 മുതൽ 10 ദിവസം വരെ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ കൊണ്ട് തന്നെ 7 ദിവസത്തിൽ തന്നെ അതിപ്പോൾ അഡൽട്ടായി മാറും എന്ന് പറയുന്നുണ്ട്. ഈ അഡൽട്ടായി മാറുന്ന 7 ദിവസത്തിനകത്ത് നമ്മൾ ആ ഒരു ഉറവിടം നശിപ്പിക്കുകയാണെങ്കിൽ, അതായത് ഹൗസ് റിഡക്ഷൻ അല്ലെങ്കിൽ ഉറവിട നശീകരണം എന്നാണ് നമ്മളതിന് പറയുന്നത്. അതാണ് ഡെങ്കിയെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും ശക്തമായ മാർഗം. അത് നമ്മൾ നശിപ്പിക്കുകയാണെങ്കിൽ ഈ കൊതുക് അഡൽട്ടായി മാറില്ല, ആ കൊതുക് വീണ്ടും മുട്ടയിടില്ല. ഒരു കൊതുക് 300 മുട്ടയാണ് ഒരു സമയത്ത് ഇടുന്നത്. ഈ 300 മുട്ടയും വിരിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ നമ്മൾ ആലോചിക്കണം. ആ കൊതുകുകൾ പിന്നെ ഇടുന്ന മുട്ടകൾ അടുത്ത ഒരു 7 മുതൽ 10 ദിവസത്തിനകത്ത് വീണ്ടും വിരിയും. അതുപോലെ തന്നെ ഈ ഡെങ്കി കൊതുകിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കൊതുകിന് ഡെങ്കി ഉണ്ടെങ്കിൽ മുട്ട വഴി അടുത്ത തലമുറയിലേക്ക് ഡെങ്കി വൈറസുകൾ, ഡെങ്കി അണുബാധയെ കൊണ്ട് ചെല്ലാനുള്ളൊരു കഴിവ് ഉണ്ട് ഇതിന്. അപ്പം ഒരു കൊതുക് ഡെങ്കി ഇൻഫെക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിടുന്ന മുട്ടകളും അതുവഴി ഉണ്ടാകുന്ന പുതിയ കൊതുകുകളും നമുക്ക് ഡെങ്കി അസുഖം ഉണ്ടാക്കാൻ പ്രാപ്തരായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മളിതിനെ അനുവദിക്കാത്തൊരു സാഹചര്യമാണ് സൃഷ്ടിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വീടിന് ചുറ്റും അല്ലെങ്കിൽ നമുക്ക് പരിസരത്ത് എവിടെയാണെങ്കിലും ശുദ്ധജലം കെട്ടിക്കിടക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. നമ്മുടെ വീട്ടിനകത്തും വീട്ടിന് പുറത്തും ഒക്കെ. അത് ഞാൻ വിശദമായിട്ട് ഞാനതിലോട്ട് പറയാം. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദാണ്. മുഹമ്മദ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ഹലോ. ഹലോ, കേൾക്കാം, ചോദിച്ചോ. ഹലോ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്, പറയൂ. അപ്പോൾ സാറ് പറഞ്ഞതെല്ലാം കേട്ടു, വളരെ നന്നായി. അങ്ങനെ കാര്യങ്ങളൊക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ കോടിക്കണക്കിന് ഡെങ്കിപ്പനി ലോകം മുഴുവനുണ്ട് എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ അത് ഇവിടെ ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നുണ്ട് സാർ. അപ്പോൾ ഇത്
ഈ സാധാരണ വീരല്ലാത്ത ഞങ്ങളെ പോലത്തെ ആൾക്കാരൊക്കെ പ്രത്യേകിച്ച് ഒന്ന് കരുതേണ്ടുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ഏത് നിരക്കാണ് വരുന്നത്, എങ്ങനെയാണ്, എന്താ ഏതാ എന്നുള്ളതൊന്ന് വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് സാറേ. അതായത് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഈ ഡെങ്കിപ്പനി എടുത്തു പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ശുദ്ധജലത്തിലാണ് മുട്ടയിടുന്നത്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് നമ്മുടെ വീടിനകത്തും പുറത്തും ശുദ്ധജലം കെട്ടിക്കിടക്കാനുള്ള സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്. അത് നമ്മൾ കൃത്യമായി ഒഴിവാക്കുകയാണെങ്കിൽ കൊതുകിന് മുട്ടയിട്ട് പെരുകാൻ ശുദ്ധജലം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനി ഒരു പരിധി വരെ എന്നല്ല, നമുക്ക് ഫുള്ളായി തന്നെ ഡെങ്കിപ്പനി ഒരു അവസ്ഥ നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കും. 1-2 പനി അവിടെ എവിടെയും വരും എന്നല്ലാതെ ഇതുപോലെയുള്ള ഒരുപാട് എണ്ണം വരില്ല. അപ്പോൾ വീട്ടിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചെടിയൊക്കെ വെള്ളം നിറച്ച് വയ്ക്കുന്ന പ്രവണത, മണി പ്ലാന്റ്, ബാംബൂ പ്ലാന്റ്, അങ്ങനെ ചിലതൊക്കെ അതിൽ വെള്ളം നമ്മൾ മാറ്റില്ലായിരിക്കും. അത് കൃത്യമായി ആഴ്ചയിലൊരിക്കൽ ഞായറാഴ്ചകളിൽ വീട്ടിൽ ഡ്രൈ ഡേ ആചരിക്കുക എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ അത് മുമ്പോട്ട് വയ്ക്കുന്നത്. വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച, അങ്ങനെ വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും നമ്മൾ എവിടെയൊക്കെ ഉറവിടം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, നമ്മൾ ഉറവിടം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശുദ്ധജലം കുറച്ചെങ്കിലും കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, ആ ഉറവിട നശീകരണം കൃത്യമായി ചെയ്തു പോവുക എല്ലാ ആഴ്ചയും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ആഴ്ചയും നമ്മൾ ചെയ്യുമ്പോൾ ഒരു കൊതുക് മുട്ടയിട്ട് പോയാൽ പോലും അതിന് ലാർവയും പ്യൂപ്പയും അഡൽട്ടാവാനുള്ള ആ സമയം നമ്മളതിന് നൽകുന്നില്ല. അതുവഴി നമ്മളതിനെ ഒഴിവാക്കുകയാണ്. അപ്പോൾ വീട്ടിനകത്ത് ഈ പറഞ്ഞതുപോലെ ചെടികൾ വളർത്തുന്ന ഭാഗങ്ങൾ, റെഫ്രിജറേറ്റർ, നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജിൻ്റെ താഴെ ചിലപ്പോൾ വെള്ളം കെട്ടി നിൽക്കുമായിരിക്കും, കൂളറുകളുണ്ടെങ്കിൽ അതിൻ്റെ താഴെ കെട്ടി നിൽക്കുമായിരിക്കും, ചിലപ്പോൾ അടുക്കളയിൽ ചില പാത്രങ്ങളിലൊക്കെ നമ്മൾ വെള്ളം നിറച്ച് അടയ്ക്കാതെ വയ്ക്കും, വീടിന് ചുറ്റും ചെടിച്ചട്ടികൾ, ചിരട്ടകൾ, അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വെള്ളം കെട്ടി നിൽക്കും. സൺഷെയ്ഡുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കോൺക്രീറ്റ് വീടാണെങ്കിൽ സൺഷെയ്ഡിൽ ഒരുപാട് സാധ്യതയുണ്ട്. സൺഷെയ്ഡിൽ ഒരു ചാല് കാണും വെള്ളം ഒഴുകി പോകാനായിട്ട്, പക്ഷേ പലപ്പോഴും ഇല വീണ ചാലടഞ്ഞിട്ട് ഈ സൺഷെയ്ഡ് കൂത്താടികൾക്കൊരു സ്വിമ്മിംഗ് പൂൾ പോലെ ആയി മാറിയിട്ടുണ്ടാവും, നമ്മളത് അറിയുന്നുണ്ടാവില്ല. ടെറസിൽ കയറി താഴോട്ട് നോക്കിയാൽ മാത്രം കാണുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഒന്നും, അതേപോലെ ചിലപ്പോൾ നമ്മൾ ഈ റൂഫിൽ വീഴുന്ന വെള്ളം ഒഴുകിപ്പോവാനായിട്ട് ഓടിൻ്റെ സൈഡിൽ ഒരു ചാല് പോലെ ഉണ്ടാക്കും. ആ ചാലിലും ചിലപ്പോൾ കരിയില കൂട്ടം കടന്നിട്ട് വെള്ളം ഫുള്ളായിട്ട് ഒഴുകി പോവാത്ത രീതിയിൽ വെള്ളം കെട്ടി നിൽക്കാം. അതേപോലെ ടൈലൊക്കെ ഇടുന്ന റൂഫ് പോലെയാണെങ്കിൽ ചിലപ്പോൾ 2 ടൈലിന് ഇടയ്ക്കുള്ള സ്ഥലങ്ങളിൽ കെട്ടി നിൽക്കാം. ഇപ്പോൾ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞാൻ തന്നെ നേരിട്ട് കണ്ടിട്ടുള്ള ചില സാഹചര്യങ്ങളെന്ന് പറയുന്നത്, ആന്തൂറിയം, ഓർക്കിഡ് പോലുള്ള ചെടികളുടെ ഇലകൾ മേലോട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനകത്ത് ഇവിടെ കുറച്ച് സ്ഥലം കിട്ടും, ആ ഭാഗത്ത് വെള്ളം കെട്ടി നിന്ന് അതിനകത്ത് വരെ ഈഡിസിൻ്റെ കൂത്താടികളെ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ചില ഇലകൾ, വലിയ ഇലകൾ, വാഴയുടെയൊക്കെ തണ്ടിൻ്റെ ഭാഗത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നത് പെട്ടെന്ന് അങ്ങനെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ കൂത്താടികളെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം ഇവിടെ നമ്മൾ തന്നെ നോക്കണം. ഓരോ വീട്ടിൽ ഓരോ രീതിയിലായിരിക്കും. ടയറൊക്കെ സ്ഥിരം നമ്മൾ പറയുന്ന കൂട്ടത്തിൽ വരുന്നൊരു സാധനമാണ്, പക്ഷെ എല്ലാ വീട്ടിലും കാണില്ല. എന്നാലും ഉണ്ടെങ്കിൽ ടയർ. പിന്നെ നമുക്ക് ഈ റബ്ബർ എസ്റ്റേറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ ചിരട്ടകൾ, ടാപ്പിംഗ് ഇല്ലാത്ത ചിരട്ടകൾ കമത്തി തന്നെ വയ്ക്കുക എന്നുള്ളതും. പിന്നെ ഇപ്പോൾ ഞാൻ കണ്ടുവരുന്നൊരു കാര്യം, ഈ പ്ലാസ്റ്റിക്കൊക്കെ ചിലരിങ്ങനെ വലിച്ചെറിയും. ഈ പ്ലാസ്റ്റിക് പോയിട്ടൊരു പാത്രത്തിൻ്റെ ഷേപ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കും, അതിനകത്ത് കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടി നിൽപ്പുണ്ടാകും. അതിൽ കൊതുക് മുട്ടയിട്ട് കൂത്താടികൾ വന്ന് പെറ്റ് പെരുകി അങ്ങനെ അത്. പിന്നെ ടാർപോളിനൊക്കെ കെട്ടിയ വീടുകളാണെങ്കിൽ ടാർപോളിൻ്റെ 4 സൈഡിൽ കെട്ടും, പക്ഷേ സെൻറ്ററിലുള്ള ഭാഗം കുറച്ച് വെള്ളം വരുമ്പോൾ താഴോട്ട് ഇങ്ങനെ താഴ്ന്നിരുന്നിട്ട് ആ വെള്ളം എങ്ങനെ കളയുന്ന പോലും നമ്മൾ അറിയില്ല, നമ്മളത് കാണുക പോലും ഇല്ല. അതിൽ നിറച്ച കൂത്താടികളായിരിക്കും. അങ്ങനെ നമ്മുടെ വീടിന് ചുറ്റും ഇങ്ങനെയുള്ള വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള സകല കാര്യങ്ങളും നമ്മൾ എണ്ണി നോക്കി എല്ലാ ആഴ്ചയും, ഞായറാഴ്ചകൾ അതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് എല്ലാ ഞായറാഴ്ചയും നമ്മൾ കൃത്യമായി ആ വെള്ളം കളഞ്ഞ് പോവുകയാണെങ്കിൽ. പിന്നെ ഇടയ്ക്ക് നമ്മളിപ്പോൾ വായിക്കുന്നുണ്ടായിരുന്നു, ചൂട് കാലത്ത് ഈ ചെറിയ ജീവികൾ, പക്ഷികൾക്ക് പ്രത്യേകിച്ച് ദാഹിച്ച് വരണ്ട് കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വെള്ളം കൊടുക്കാൻ വേണ്ടി റൂഫിൽ കുറച്ച് വെള്ളം വെക്കുക. വളരെ നല്ല കാര്യമാണ്. പക്ഷേ ആ വെള്ളം നമ്മൾ 2-3 ദിവസം കൂടുമ്പോൾ ചേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് ഡെങ്കിക്ക് ഉറവിടമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ ഈ ഡെങ്കിപ്പനിയെ കുറിച്ച് പറയുന്നതോടൊപ്പം എലിപ്പനിക്കും സാധ്യത ഇപ്പോൾ വളരെ കൂടുതലല്ലേ? എങ്ങനെ നമുക്ക് എലിപ്പനിയെ പ്രതിരോധിക്കാം? ഈ എലിപ്പനി ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എലിപ്പനി എലിയുടെ യൂറിൻ, മൂത്രം വഴിയാണ് വരുന്നത് എന്നൊരു ധാരണയുണ്ട്. അത് ശരിയാണ്, വളരെ വളരെ ശരിയാണ്. പക്ഷേ എലി മാത്രമല്ല, കന്നുകാലികൾ, പട്ടി, പൂച്ച, ഇവരുടെ ഒക്കെ യൂറിൻ വഴി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീട്ടിൻ്റെ പരിസരത്ത് എലിയൊന്നുമില്ല, എലിപ്പനിക്കുള്ള സാധ്യതയില്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്.
കന്നുകാലികളിൽ പ്രത്യേകിച്ച് റിസ്ക് ഉണ്ട്. അതും ഈ താഴെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മൂത്രം വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ജീവികളുടെ മൂത്രം വന്നിട്ടുണ്ടെങ്കിൽ ആ മൂത്രത്തിൽ നമ്മൾ അറിയാതെ ചവിട്ടി നമ്മുടെ കാലിൽ ചെറിയ ഊണ്ട്, എന്തെങ്കിലും സ്ക്രാച്ചോ ചെറിയ എന്തെങ്കിലും മുറിവുകൾ മതി, അതുവഴിയാണ് ഈ ഇൻഫെക്ഷൻ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ, പോകാൻ സാധ്യതയുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എലിപ്പനിക്ക് വളരെയധികം റിസ്ക്കിലാണ്. അപ്പോൾ ഈ തോട് വൃത്തിയാക്കുന്ന ജീവനക്കാർ ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ MGNREG വർക്കർ, തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട ആൾക്കാർ, അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വെള്ളത്തിലിറങ്ങി ജോലി ചെയ്യുന്ന സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്. ഫാർമേഴ്സ്, അങ്ങനെ പാടത്തൊക്കെ ഇറങ്ങി ജോലി ചെയ്യുന്ന ആൾക്കാർ. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ റിസ്കിൽ പോകുന്ന ആൾക്കാർക്ക് നമുക്ക് ഒരു ഡോക്സിസൈക്ലിൻ്റെ ഗുളിക 100 mg വരുന്ന ഗുളിക 2 എണ്ണം, അതായത് 200 mg ഡോക്സിസൈക്ലിൻ കഴിച്ചാൽ ഒരാഴ്ചത്തേക്ക് അവർക്ക് എലിപ്പനിയിൽ നിന്നുള്ള, എലിപ്പനി വരാത്ത രീതിയിൽ പ്രതിരോധം ലഭിക്കുന്നതാണ്. അപ്പോൾ അത് കൃത്യമായി വെള്ളത്തിലിറങ്ങുന്ന മുമ്പ് കഴിക്കുക എന്നുള്ളതാണ്. അത് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഈ പ്രവർത്തനം ഏർപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് വളരെ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് എലിപ്പനിയെ തടയാൻ സാധിക്കും. പിന്നെ എലിപ്പനിയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമുക്ക് എലിപ്പനി വന്നു കഴിഞ്ഞാൽ ഒരു 5-6 ദിവസത്തിനകത്ത് തന്നെ അത് കോംപ്ലിക്കേഷനിലോട്ട് പോവുകയും ഡെത്തിലോട്ട് പോകുന്ന ഒരു സാഹചര്യം വരെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു 1-2 ദിവസത്തിൽ കൂടുതൽ ഒരിക്കലും പനി വെച്ചുകൊണ്ടിരിക്കരുത്. ഇപ്പോൾ ഒരു പനി, നമുക്കൊരു ദിവസം ചെറിയ ചൂട് തോന്നി, നമ്മളൊരു പാരസെറ്റമോൾ കഴിച്ചു, സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യും. ആദ്യത്തെ ദിവസം തന്നെ ആരും ഓടി ആശുപത്രി പോവുകയോ രക്തം പരിശോധിക്കുകയോ ചെയ്യുന്നില്ല. ഓക്കെ, 1-2 ദിവസം നമ്മൾ നോക്കി, എന്നിട്ട് പനി കുറയുന്നില്ല, ക്ഷീണം തോന്നുന്നു, പേശീവേദന തോന്നുന്നു. ഇപ്പോൾ എലിപ്പനിയിൽ പേശീവേദന തോന്നാം നമുക്ക്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഡെങ്കിയിൽ തലവേദന, കണ്ണിൻ്റെ ഉള്ളിലായിട്ടൊരു വേദന ഒക്കെ തോന്നും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് ആ രീതിയിലുള്ള വേദനകൾ തോന്നുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ 1-2 ദിവസത്തിൽ കൂടുതൽ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം ഈ പനി എലിപ്പനിയാണോ, ഡെങ്കിപ്പനിയാണോ, സാധാരണ വൈറൽ പനിയാണോ, കോവിഡാണോ, H1N1 ആണോ, ഹെപ്പറ്റൈറ്റിസ് എ, മഞ്ഞപ്പിത്തത്തിൻ്റെ ആണോ, അത് പിന്നെ സിക്കയാണോ, ചെള്ളുപനിയാണോ, പന്നിപ്പനിയാണോ, അതൊന്നും നമുക്കറിയില്ല. ഒരു സാധാരണ ഒരു വ്യക്തിക്ക് ഇത് ഏത് പനിയാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. എല്ലാം പനിയായിട്ട് തന്നെ ആയിരിക്കും തോന്നുന്നത്. ഓരോ പനിയുടെയും ചികിത്സ വ്യത്യസ്തമാണ്, കണ്ടുപിടിക്കുന്ന രീതി വ്യത്യസ്തമാണ്, ഉണ്ടാവാൻ പോകുന്ന കോംപ്ലിക്കേഷൻസ് വ്യത്യസ്തമാണ്. അപ്പോൾ സ്വയം നമ്മൾ വെച്ചുകൊണ്ടിരുന്ന ചില പനികൾ ചിലപ്പോൾ നമുക്ക് പിന്നെ ആശുപത്രി എത്തുമ്പോൾ താമസിച്ചു പോകും. അപ്പം അത് ജീവൻ പോകാനുള്ള ഒരു റിസ്ക്കാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക, 2 ദിവസം നോക്കി 3-ാം ദിവസം ഉറപ്പായും ആശുപത്രിയിൽ എത്തുക, രക്തം പരിശോധിക്കുക, പനി ഏതാണെന്ന് കണ്ടുപിടിക്കുക, ആ പനിക്ക് വേണ്ട ചികിത്സ കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ജീവൻ രക്ഷിക്കാനുള്ള ഏറ്റവും വലിയ വഴി. പനി വരാതിരിക്കാനുള്ള വഴികളാണ് നേരത്തെ പറഞ്ഞത്. പനി വന്നു കഴിഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, കൃത്യമായി ഡോക്ടറെ കണ്ട് തന്നെ ചികിത്സിക്കുക, സ്വയം ചികിത്സ ഒഴിവാക്കുക. ശരി ഡോക്ടർ. ഡോക്ടർ, അതുപോലെ തന്നെ H1N1, അമീബിക് മസ്തിഷ്ക ജ്വരം, കോളറ തുടങ്ങിയ രോഗങ്ങളെക്കുറിച്ച് നമുക്കിപ്പം കൂടുതലായി കേട്ട് വരുന്നുണ്ടല്ലോ. ഈ രോഗങ്ങളെ എങ്ങനെ തടയാം? ഇതും നമ്മൾ ഈ പറയുന്നത് പോലെ 2-3 ഡിഫറെൻറ്റ് രീതികളാണ് നമ്മൾ നോക്കേണ്ടത്. H1N1 നമ്മൾ കോവിഡ് പോലെ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ട് വരുന്ന ഒരു രോഗമാണ്. അത് പന്നിപ്പനി നമ്മൾ പന്നികളിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന രീതിയിൽ പറയുന്നു. അല്ല, ഇപ്പോൾ നമുക്കിത് ഒരു വ്യക്തിയിൽ നിന്നും വേറൊരു വ്യക്തിയിലേക്ക് വരുന്നത് പോലെ. അതിന് നമ്മൾ ചെയ്യേണ്ടത് കോവിഡിൻ്റെ സമയത്ത് ചെയ്തിരുന്ന കാര്യങ്ങൾ: കൈ വൃത്തിയായി സോപ്പിട്ട് കഴുകുക, മാസ്ക് ധരിക്കുക. മാസ്ക് പലപ്പോഴും നമ്മൾ കോവിഡ് സമയത്ത് കൃത്യമായി ധരിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ മാസ്ക് ധരിക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ദൈനംദിന ജീവിതത്തിൽ എല്ലാ സമയത്തും ധരിച്ചില്ലെങ്കിൽ പോലും ആശുപത്രി വിസിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ രോഗികളെ കാണുന്നു, ഒരാൾക്ക് രോഗമുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഏറ്റവും വലുതായിട്ട് നമുക്ക് സ്വയം രോഗമുണ്ടെന്ന് നമുക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ മാസ്ക് ധരിക്കുക എന്നുള്ളതും. പിന്നെ ആൾക്കൂട്ടത്തിനിടയിൽ പനിയുള്ള സമയങ്ങളിൽ നമുക്ക് പനിയുണ്ടെങ്കിലും നമ്മൾ ആൾക്കൂട്ടത്തിനിടയിൽ പോയി നിൽക്കാതെ നമ്മുടെ പനി മാറുന്നത് വരെ നമ്മൾ റെസ്റ്റ് എടുക്കുക തുടങ്ങിയിട്ടുള്ള ആ രീതിയിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രീതിയാണ് വേണ്ടത്.
ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ കേൾക്കുന്നു എന്നുള്ളതല്ലാതെ അതൊരു കാര്യമായ അല്ലെങ്കിൽ ഒരു വളരെ സീരിയസ് ആയി ഒരുപാട് പേരെ ബാധിക്കുന്ന ഒരു അസുഖമല്ല. നമുക്ക് ആകെപ്പാടെ 10-12 കേസുകളാണെന്ന് തോന്നുന്നു ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ പക്ഷേ നമുക്ക് അടുപ്പിച്ചൊരു 3-4 കേസ് കിട്ടുകയും അതാണ് നമുക്കിപ്പോൾ പ്രത്യേകിച്ചൊരു വലിയതായി തോന്നുന്നത്. അതിൽ നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം, നീന്തൽ കുളങ്ങളായാലും സാധാരണ കുളമായാലും ഒക്കെ കെട്ടിക്കിടക്കുന്ന ഒഴുക്കില്ലാത്ത കുളങ്ങളിൽ, ശുചിത്വമില്ലാത്ത രീതിയിലുള്ള കുളങ്ങളിൽ, ക്ലോറിനേറ്റ് ചെയ്യാത്ത സ്വിമ്മിംഗ് പൂളുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജലസ്രോതസ്സുകളിൽ ഇറങ്ങി കുളിക്കുക എന്നൊരവസ്ഥയിൽ മൂക്കിൽ കൂടെ ഇത് അകത്ത് കയറി തലച്ചോറിലെത്തി പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിന് നമ്മൾ അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. കോളറയിലോട്ട് നമ്മൾ വരുമ്പോൾ, അപ്പോൾ കോളറ കേസുകളും കുറച്ചുണ്ട് നമുക്ക്. പക്ഷേ കോളറയെക്കാളും നമ്മൾ പേടിക്കേണ്ടത് ഹെപ്പറ്റൈറ്റിസ് എ ഔട്ട് ബ്രേക്കാണ്. കാരണം നമുക്ക് അധികമൊന്നും ഇല്ലാതിരുന്ന ഒരു കേസാണ്. പക്ഷേ ഇപ്പോൾ ഒരുപാട് കേസുകൾ, 2500ഓളം കൺഫേംഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 10,000-ഓളം എന്തോ അല്ലാതെ സസ്പെക്റ്റഡ് കേസസും എല്ലാം കൂടെ ഉണ്ടെന്നും, ഒരു കൺഫേംഡ് ഡെത്ത് 24 എണ്ണവും അല്ലെങ്കിൽ മൊത്തത്തിലൊരു 45 മരണങ്ങൾ സസ്പെക്റ്റഡും കൂടെ ചേർത്തിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കണക്കാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അവിടെ ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ജലം വഴി വരുന്ന ഈ കോളറ ആയാലും ഹെപ്പറ്റൈറ്റിസ് എ ആയാലും ഹെപ്പറ്റൈറ്റിസ് ഇ ആയാലും വയറിളക്ക രോഗങ്ങളെല്ലാം തന്നെ നമുക്ക് മലിനമായ ജലം വഴിയും ആ ജലം ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുന്ന ഭക്ഷണം വഴിയൊക്കെയാണ് പൊതുവെ നമുക്ക് വരുന്നത്. ടൈഫോയിഡ് നമുക്ക് ആ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് മലയാളികൾക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്നൊരു ശുചിത്വ ബോധമുണ്ട്. ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ സ്ഥിരം ഞാൻ കേട്ടുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ചൂടാക്കി തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക, പച്ചവെള്ളം കുടിക്കരുത് എന്ന് പറയുന്നു, ദിവസവും കുളിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ നമ്മൾ പറയുമായിരുന്നു. അതിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ ഈ തിളപ്പിച്ചാറ്റിയ വെള്ളം, ഇപ്പോഴും ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പണ്ട് പോകുമ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ കിട്ടുള്ളൂ നമുക്ക്. ഇപ്പം ഞാൻ അങ്ങനെ ഒരു ശുചിത്വ ബോധം നമ്മുടെ അതേപോലെ വീടും പരിസരവും ശുചിത്വമായി വെക്കുക, വൃത്തികേടായി എന്ത് കിടന്നാലും അത് വൃത്തിയാക്കി വെക്കുക എന്നൊക്കെ, നമ്മുടെ ആ ശുചിത്വ ബോധം എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വയറിളക്ക രോഗങ്ങൾ പോലെയുള്ള മലിനജലം വഴിയൊക്കെ നമുക്ക് നമ്മുടെ ചില ഭക്ഷണ രീതികളിലും വൃത്തിഹീനമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മൂലമൊക്കെ വരുന്ന ഈ രോഗങ്ങളിപ്പോൾ നമുക്ക് കൂടുതലും കാണുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കൃത്യമായി ചെയ്യേണ്ടത് വെള്ളം വൃത്തിയായി ഉപയോഗിക്കാനും വൃത്തിയുള്ള വെള്ളം കൊണ്ട് മാത്രം ഭക്ഷണം പാകം ചെയ്യാനും ശുചിമുറി ശീലങ്ങൾ കൃത്യമായി പാലിക്കാനും കൈ സോപ്പിട്ട് കഴുകുക എന്നുള്ള രീതി, അതായത് ആഹാരം കഴിക്കുന്നതിന് മുമ്പായാലും നമ്മൾ സോപ്പിട്ട് കഴുകുക, ടോയ്ലറ്റ് ഉപയോഗിച്ച ശേഷം കൈ സോപ്പിട്ട് കഴുകുക തുടങ്ങിയ നമ്മുടെ ശുചിത്വത്തിൻ്റെ ചില രീതികളും ശുചിത്വ ബോധവും നമുക്ക് വീണ്ടും കൊണ്ടുവരികയാണെങ്കിൽ, നമുക്ക് വീണ്ടും നമ്മുടെ ചെറിയ കുട്ടികളെ ഉൾപ്പെടെ പഠിപ്പിച്ച് വരികയാണെങ്കിൽ ജലജന്യ രോഗങ്ങളെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും. ഡോക്ടർ, ഇപ്പോൾ ജലവും ഭക്ഷണവും അതുപോലെ തന്നെ ശുചിത്വവും ഒക്കെ ബന്ധപ്പെടുത്തി സംസാരിച്ചത് കൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പം നമുക്ക് വളരെ എല്ലാവരിലും കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് മഞ്ഞപ്പിത്തവും വയറിളക്ക രോഗങ്ങളും അതുപോലെ തന്നെ ഛർദിലും പോലുള്ള രോഗങ്ങളൊക്കെ. അപ്പം ഇതൊക്കെ വളരെ പെട്ടെന്ന് ജലത്തിലൂടെ അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ ഒക്കെ തന്നെ പകരുമെന്ന് നമുക്കറിയാം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ഇങ്ങനെയുള്ള അസുഖങ്ങൾ വന്നാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും? നമ്മൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഞാൻ എടുത്തു പറയട്ടെ. നമ്മൾ വളരെ സിമ്പിളാണെന്ന് ചിന്തിച്ചാലും ഏറ്റവും എഫക്റ്റീവ് എന്ന് പറയുന്നത് കൈ സോപ്പിട്ട് കഴുകുക എന്നുള്ളതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന മുമ്പ് കൈ കൃത്യമായി സോപ്പിട്ട് കഴുകിയിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജലം, നമ്മൾ വീട്ടിലെ ജലമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ക്ലോറിനേഷൻ, നമ്മൾ വീട്ടിലെ കിണറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കിണറിൻ്റെ ക്ലോറിനേഷൻ, അല്ല നമ്മൾ പൈപ്പ് വെള്ളം ആണ് ഉപയോഗിക്കുന്നത്, നേരിട്ട് വാട്ടർ സപ്ലൈയിൽ വരുന്നതാണെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്തപ്പെട്ട വെള്ളമായിരിക്കും കിട്ടിയിരിക്കുന്നത്. ചിലരുടെ വീട്ടിൽ നമുക്ക് വാട്ടർ ഫിൽട്ടർ കാണും. ഫിൽട്ടറുള്ള വീടാണെങ്കിൽ കൃത്യമായിട്ട് ആ വാട്ടർ ഫിൽട്ടേർഡ് ആയിട്ട് വരുന്ന വെള്ളം, അപ്പോൾ RO/UV ഫിൽട്രേഷൻ അങ്ങനെ പല രീതിയിലുള്ളതുണ്ട്. അത് എഫക്റ്റീവായി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്ത് തന്നെ നമുക്ക് പോകേണ്ടി വരും. അതിന് ചെക്ക് ചെയ്യാനുള്ള മെക്കാനിസം ഒക്കെ ഉണ്ട്. അത് ടൈംലി സർവീസ് ചെയ്യുകയും അതിനകത്തുള്ള ഫിൽട്ടർ കൃത്യമായി ചേഞ്ച് ചെയ്തിട്ടാലും ഒക്കെ മാത്രമേ ശുദ്ധജലം അതിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് വാങ്ങിച്ച് വെച്ചുകൊണ്ടായില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതും. ഇനി നേരിട്ട് നമുക്ക് വരുന്ന വെള്ളത്തിലോ ഈ വെള്ളങ്ങളിലോ സംശയമുണ്ടെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ ഈ പല സ്ഥലങ്ങളിൽ നിന്ന് പല ഫുഡുകളും വാങ്ങി കഴിക്കുമ്പോൾ ഇത് നല്ല സ്ഥലങ്ങളാണ്, നല്ല ഫുഡാണ് കിട്ടുന്നത് എന്നുള്ളത്.
അത് ഇപ്പം നമുക്ക് സർക്കാർ തന്നെ റെസ്റ്റോറൻറ്റ്സിൽ ഇത് റേറ്റ് ചെയ്യാനൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഒരു ആപ്പ് ഞാൻ കണ്ടിരുന്നു, അങ്ങനെ ശുചിത്വം അനുസരിച്ചുള്ള റേറ്റിംഗ് കൊടുക്കുന്നതും ഓക്കെ. അപ്പോൾ നമ്മൾ അവിടെ വൃത്തിയുണ്ടോ എന്നുള്ളത്, നമ്മളത് വൃത്തിയുള്ള സ്ഥലത്ത് മാത്രമേ നമ്മൾ കയറൂ എന്നായിക്കഴിഞ്ഞാൽ വൃത്തി തന്നെ എല്ലായിടത്തും വരും. കാരണം നമ്മൾ കയറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ആഹാരം വിറ്റ് ജീവിക്കുന്ന ആൾക്കാർക്കൊന്നും ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കയറിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ അപ്പം നമുക്കതൊരു ആവശ്യമായിരിക്കണം. നമുക്ക് ശുചിത്വമുള്ള വെള്ളം, ശുചിത്വമുള്ള ഭക്ഷണം കിട്ടുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ തന്നെ എൻഷുർ ചെയ്യണം. അത് ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഡെങ്കി ആയാലും അതാ ഇനി നമുക്ക് ജലജന്യ രോഗങ്ങളായാലും എന്ത് രോഗമായാലും എപ്പോഴും ഒരിക്കലും സർക്കാർ ചെയ്യട്ടെ, ആശുപത്രിക്കാർ ചെയ്യട്ടെ, ഹെൽത്തുകാർ ചെയ്യട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പാടില്ല. പണ്ട് നമ്മൾ അങ്ങനെ ആയിരുന്നില്ല. ഇത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ്. സ്വന്തം വീടും സ്വന്തം വീടിനടുത്തുള്ള പരിസരത്തും കൊതുകില്ല എന്നുള്ളത്. ഈഡിസ് കൊതുക് എന്ന് പറയുന്നത് ഒരു 50-100 മീറ്ററാണത് പറക്കുന്നത്. 200 മീറ്ററിൽ കൂടുതലൊന്നും സാധാരണ അത് പറക്കാറില്ല. അതായത് നമ്മളെ ഈഡിസ് കൊതുക് കടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളുണ്ടാക്കിയ കൊതുകാണ്, അല്ലെങ്കിൽ അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള വീട്ടിൽ നിന്ന് വന്ന കൊതുകാണത്. അപ്പം നമ്മുടെ പ്രശ്നം തന്നെയാണത്. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ അസുഖങ്ങളുടെ പെട്ടെന്നുള്ള ഇങ്ങനെ പടരുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ കുട്ടികളിലും പ്രായമായവരിലുമൊക്കെ വളരെ വേഗത്തിലാണല്ലോ രോഗബാധ ഉണ്ടാകുന്നത്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാവും? പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളവർ വീട്ടിലുള്ളപ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതായുണ്ട്? നമ്മൾ അതിനകത്ത് 2 കാര്യങ്ങൾ നമ്മൾ എടുത്ത് ശ്രദ്ധിക്കണം. ഈ പ്രായമായ ആൾക്കാർക്ക് പൊതുവേ രോഗപ്രതിരോധ ശേഷി കുറച്ച് കുറവായിരിക്കും. അത് മാത്രമല്ല, അതുപോലെ ഡയബറ്റീസോ അങ്ങനെ എന്തെങ്കിലും രോഗമുള്ളവർക്കൊക്കെ രോഗപ്രതിരോധ ശേഷി കുറച്ച് കുറവായിരിക്കും. അത് വേറെ എന്തെങ്കിലും മറ്റ് അസുഖമുള്ളവർ, ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന അസുഖമുള്ളവർ, ക്യാൻസർ ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്നവർ, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നമ്മൾ അവരെ പ്രത്യേകം സൂക്ഷിക്കണം. കോവിഡിൻ്റെ സമയത്ത് റിവേഴ്സ് ക്വാറന്റൈൻ നമ്മൾ പറഞ്ഞിരുന്നു. റിവേഴ്സ് ക്വാറന്റൈൻ എന്ന് പറയുമ്പോൾ അവർക്ക് അസുഖം വന്നാൽ റിസ്ക് കൂടുതലാണെന്നുള്ളത് കൊണ്ട് അസുഖമുള്ള ആൾക്കാരിൽ സമ്പർക്കം വരാതെ അവർ വീട്ടിനുള്ളിൽ തന്നെ കഴിയുക എന്നൊരു രീതിയായിരുന്നു. അപ്പോൾ അതുപോലെ ഈ പ്രായമായ ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ രീതിയിൽ പകർച്ചപ്പനി പടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് വീട്ടിനകത്ത് തന്നെ കഴിയുന്നതാണ് സുരക്ഷിതം. കാരണം എന്തെങ്കിലും അസുഖം വന്നാൽ അവർക്കത് സീരിയസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് കൊണ്ട്. അത് പ്രായമായവർ മാത്രമല്ല, മറ്റെന്തെങ്കിലും അസുഖം കൊണ്ട് രോഗപ്രതിരോധ ശേഷി കാര്യമായിട്ടില്ലാത്ത ഏത് ആൾക്കാരാണെങ്കിലും. ചെറിയ കുട്ടികളുടെ പ്രശ്നം വരുന്ന വേറെ രീതിയാണ്. അവർക്കും ഈ ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർ ഒരിക്കലും നമ്മൾ ഈ പറയുന്ന കൈ സോപ്പിട്ട് കഴുകുക, മാസ്ക് ധരിക്കുക തുടങ്ങിയിട്ടുള്ള നമ്മുടെ ശുചിത്വ ബോധവും ശുചിത്വ രീതികളൊന്നും കൃത്യമായിട്ട് അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്തവരായിരിക്കും. അതുകൊണ്ട് അവരിൽ നിന്നൊരാൾക്ക് പെട്ടെന്ന് വേറൊരാളിലോട്ട് പകർന്നു പോകാനും ഒക്കെയുള്ള സാധ്യതയും കൂടുതലായിരിക്കും. പിന്നെ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് അസുഖം, നമുക്കത് വീട്ടിൽ വലിയ ബുദ്ധിമുട്ട്, നമുക്ക് കുട്ടികളിൽ നിന്ന് അകലം പാലിക്കാനൊന്നും സാധിക്കില്ല ഒരിക്കലും. അപ്പോൾ അവർ അപ്പൂപ്പനും അമ്മയുടെ പോകുന്നത് വേണ്ടെന്ന് പറയാനും സാധിക്കാത്തത് കൊണ്ട് വീട്ടിൽ അസുഖം ഇങ്ങനെ പടർന്നു പിടിക്കാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. പിന്നെ അവർക്ക് അറിയില്ല ഇത് എങ്ങനെയാണ്, ഇതിൻ്റെ ശുചിത്വ ബോധമോ അല്ലെങ്കിൽ ശീലങ്ങളോ അസുഖം എങ്ങനെ പടരുന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ നമ്മൾ അവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യം തന്നെയുണ്ട്. അത് കൃത്യമായി അവരെ പറഞ്ഞ് പഠിപ്പിക്കുക. സ്കൂൾ മുതൽ തന്നെ അത് അവരുടെ പാഠ്യഭാഗങ്ങളിൽ ഉൾപ്പെടുത്തി പരിശീലിപ്പിക്കുക. ശുചിത്വബോധം, ശുചിത്വശീലങ്ങൾ കുഞ്ഞിലേ തന്നെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതെല്ലാമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ ഒന്നുകൂടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണെന്നുള്ളത് എല്ലാവരും തിരിച്ചറിയണം. നമ്മുടെ വീട്, നമ്മുടെ വീടിൻ്റെ പരിസരം, നമ്മുടെ ആഹാരം, നമ്മുടെ വെള്ളം അത് നന്നായിരിക്കണം എന്ന് ഓരോ വ്യക്തിയും ചിന്തിച്ചാൽ നമുക്കിത് പൂർണ്ണമായി നമുക്ക് ഇതിനെ നേരിടാൻ സാധിക്കും. ശരി ഡോക്ടർ, വ്യക്തമാണ്. പകർച്ചപ്പനികൾ പടരുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എങ്ങനെ അതിനെ പ്രതിരോധിക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. ഇത്രയും നേരം നമ്മോടൊപ്പം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആർ ദേവരാജാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുപോലെ മറ്റൊരു വിഷയവുമായി ഇനിയൊരു എപ്പിസോഡിൽ കാണും വരേക്കും നമസ്കാരം.